ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ ഗെറ്റപ്പ് എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ഓൺ ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വ്ളോഗ് ചെയ്യാം, നിങ്ങളെയും കൂടിയിട്ട് എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ യൂട്യൂബിൻ്റെ ഒരു ഇവൻറ്റിന് പോവാണ് കേട്ടോ. ഇന്നത്തെ യൂട്യൂബ് ഇവൻറ്റിൻ്റെ പ്രത്യേകത, ഇന്നത്തെ യൂട്യൂബ് ഇവൻറ്റിൽ ഹോസ്റ്റ് ചെയ്യുന്നവരിൽ ഒരാൾ ഞാനാണ്. അയ്യോ, എനിക്ക് ഒരു നെർവസ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ എൻ്റെ ചാനൽ 2017 തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ യൂട്യൂബിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ. അയ്യോ, എന്തൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണല്ലേ. എനിക്കതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫുൾ ക്രെഡിറ്റ്സ് നിങ്ങൾക്കാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കാരണമാണ് അവരെന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഹോസ്റ്റ് ചെയ്യാനായിട്ട് വരുമോ എന്ന് ചോദിച്ചത്. പിന്നെ ഞാൻ പൊതുവേ കുറച്ചൊരു ഇൻട്രവേർട്ടായിട്ടുള്ള, കുറച്ച് എനിക്ക് ആളുകളെ കാണുമ്പോൾ ഇത്തിരി പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഓക്കെ ചെയ്യാം, ഇനി വേണം ഞാൻ എന്താണ് അവിടെ ചെന്ന് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേടിയുണ്ട്. എന്നാൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ പോവാണ്. ഒരു വലിയൊരു സ്ക്രിപ്റ്റ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, ആക്ച്വലി 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ മോർണിംഗ് ഒരു സെഷൻ, ഈവനിങ് വേറൊരു സെഷൻ. അപ്പോൾ ഈവനിങ് സെഷനാണ് ഇന്ന് എനിക്കുള്ളത്. നാളെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള 2 സെഷനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ ചെന്ന് വേറെ ഹോസ്റ്റ് ചെയ്യണത് ചട്ടമ്പീസ് എംഫോടെക്കും. അപ്പോൾ അവർ എങ്ങനെയാണിത് ചെയ്യണതെന്ന് പഠിച്ചിട്ട് വേണം എനിക്ക് അടുത്ത സെഷൻ ചെയ്യാൻ. അല്ലാതെ എനിക്കറിയില്ല. ഞാൻ മുമ്പ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെ ചിയർ ചെയ്യണമെന്നോ ആളുകളെ. ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു വലിഞ്ഞു നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇന്ന് അവിടെ ചെന്നിട്ട് അവർ എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് വേണം എനിക്കൊരു ഐഡിയ ആക്കി ചെയ്യാൻ. ഞാൻ വിചാരിക്കണ ദൈവം എൻ്റെ മുന്നിലൊരു കവാടം തുറന്നിട്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ സന്തോഷത്തിൻ്റെ കൂടെ നിങ്ങളെയും കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോകാം. എന്നിട്ട് അവിടുത്തെ സെറ്റപ്പും പിന്നെ ഇന്ന് ആരൊക്കെ വരും എന്നുള്ളത് അറിയില്ല. കുറേ പേര് വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, കം ഓൺ. സോ അപ്പോൾ എൻ്റെ മേക്കപ്പ്, ഞാൻ ഫസ്റ്റ് ഡേയിൽ മേക്കപ്പ് വെളിയിൽ നിന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം അത് ഹോസ്റ്റ് ചെയ്യണ ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേക്കപ്പായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഹെയറും അവർ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പോണിറ്റെയിൽ കെട്ടണം എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ പോണിറ്റെയിൽ കെട്ടി നോക്കിയപ്പോൾ പോണിറ്റെയിൽ അത്ര ഭംഗിയില്ല. ഒരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഔട്ട്ഫിറ്റിന് ഇച്ചിരി ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു ഇച്ചിരി ട്രഡീഷണലും ഇച്ചിരി ട്രഡീഷണൽ അല്ലാത്തതുമാണ്. അപ്പോൾ ആ പോണിറ്റെയിൽ മാച്ച് ആവാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അഴിച്ചിട്ടപ്പോഴേക്കും കുറച്ച് മുടിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് പൊങ്ങി. കാരണം സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ച് ഓൾറെഡി പോണിറ്റെയിൽ കെട്ടിയോണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ സെഷൻ തുടങ്ങി ഒരു 1 hour ആയിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഇതേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാനേജറൊക്കെ ഞാൻ കണ്ടു, സംസാരിച്ചു. പിന്നെ അവിടെയുള്ള ടീംസിനൊക്കെ മീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഫുൾ അവിടേക്കൊന്ന് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ നോക്കായിരുന്നു. അപ്പോൾ നിറയെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ എനിക്കറിയായിരുന്നു, കുറേ പേരൊക്കെ പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമുക്കൊരു ആങ്കർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ പുതിയതായിട്ട് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു വ്യത്യസ്തമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെൻ്റെ സെഷനും അല്ല കേട്ടോ. പക്ഷെ ഞാൻ വന്ന് എല്ലാവരെയൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചട്ടമ്പീസിലെ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. എനിക്ക് ജിയോനെ എനിക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്നെങ്കിലും ചട്ടമ്പീസിലെ കുട്ടികളെ ഇങ്ങനെ കാണുമ്പം ഉണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു നമുക്ക് അടുത്ത് നിന്ന് ഇങ്ങനെ പറയാൻ മാത്രമല്ല അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. പിന്നെ വന്ന് എല്ലാവരുടെയൊക്കെ സംസാരിച്ചു. എല്ലാവരും അടിപൊളി കമ്പനി ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ അതേ പ്രവീൺ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഉച്ചയായപ്പോഴേക്ക് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് സെക്കൻഡ് സെഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോഴേക്കും എനിക്കൊരു സ്ക്രിപ്റ്റൊക്കെ അവർ കൊണ്ടുതന്ന് ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് പേടിയില്ലായിരുന്നു. പിന്നെ ചട്ടമ്പീസിൽ 2 പെൺകുട്ടികളാണ് കേട്ടോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മളിത് അങ്ങനെ പോർട്ട് മുസീരിയസിലെത്തിയിട്ടോ. ഇവൻറ്റ് അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് കണ്ടു എങ്ങനെയാണ് അവർ ചെയ്യണേന്നൊക്കെ. പക്ഷേ രസമുണ്ടായിരുന്നു. എനിക്ക് ഈ സാധനം തന്നു, അവരുടെ ടാഗ്. ഇതിനകത്ത് എൻ്റെ പേരുണ്ട് കണ്ടോ, ഉണ്ണിമായ അനിൽ സിംപ്ലിമിസ്റ്റിൽ ഉണ്ണിന്നൊക്കെ എഴുതിയിട്ട്. ഭയങ്കര പ്രൗഡ് ഫീല് തോന്നണം. അപ്പം എന്താ ഇനി അടുത്തത് ഞങ്ങളുടെ സെക്ഷനാണ്. ഞാനും ചട്ടമ്പീസും. അപ്പോൾ ഇനി ചെറുതായിട്ട് ഇപ്പം എനിക്ക് ഇത്തിരി പേടിയായി വരുന്നുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. നമുക്കൊരു ആങ്കർ ഓൾറെഡി വേറൊരു ആങ്കർ ഉണ്ട്. പക്ഷെ അതിനെ ഇൻ ബിറ്റ്വീൻ നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആൾ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആളാണ് കുറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം. പിന്നെ
ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് കുറേ പേര് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഔട്ട്ഫിറ്റ് ഹെയർ മാത്രം നമ്മൾ ആദ്യമേ പോണിറ്റെയിൽ കെട്ടിയിട്ട് മാറ്റിയത് കൊണ്ട് ഇവിടെ ഇച്ചിരി സെറ്റിംഗ് സ്പ്രേ ഇങ്ങനെ ക്രക്ര പോലെ ഇരിപ്പുണ്ട്. അല്ലാതെ ബാക്കി കൊള്ളാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതായത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെനിക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. എല്ലാവരുമായിട്ടൊന്ന് മിങ്കിളാവാനും എങ്ങനെയാണ് അങ്ങനെ എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് പരിപാടി നടത്തേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് ഒന്ന് കൂളായി. അതിന് ശേഷം ഞാനിപ്പോഴൊക്കെ ഒന്ന് വിറച്ചിരിക്കാം കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യമായിട്ട് ഇത്രയൊരു ക്രൗഡിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു വിത്തടിച്ചായിരുന്നു എൻ്റെ സെക്കൻഡ് സെഷനിൽ. ആദ്യത്തെ ഹോസ്റ്റ് ചെയ്യണതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ രണ്ടുപേരും മുമ്പ് അവർ പ്രാക്ടീസ് ചെയ്ത ഫസ്റ്റ് സെഷൻ അവർ ചെയ്തുകൊണ്ട് അവർ കുറച്ചുകൂടി ഒരു ഫ്രീ ആയിരുന്നു. അവരെന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു കേട്ടോ. എനിക്കിങ്ങനെ ഇത്രയും ആകുമ്പോഴേക്കും പറയാനായിട്ട് ഇങ്ങനെ സൈനൊക്കെ തരുമായിരുന്നു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യായിരുന്നു. ഹോസ്റ്റ് അതെ കെന്നെ ആണെങ്കിലും അതെ കറക്റ്റ് ഇന്നത് അങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഈ കുട്ടി ഉണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ നമ്മൾ വെഡ്ഡിങ്ങിന് നോ ഗോൾഡ് വെഡ്ഡിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ കണ്ടിട്ട് ആൾ നോ ഗോൾഡ് വെഡ്ഡിങ് ആയിരുന്നു. ആളുടെ കണ്ടിട്ട് ആളുടെ കുറേ ഫ്രണ്ട്സ് നോ ഗോൾഡ് വെഡ്ഡിങ്ങാണ് ചൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ പേര് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യണ കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പേര് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ കുറേ പേര് സെൽഫി എടുത്തു. കുറച്ച് പേരൊന്നും എനിക്കങ്ങനെ അറിയണ ആളുകളുണ്ടായിരുന്നില്ല, കുറേ അറിയണ ആളുകളുണ്ടായിരുന്നു. പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് പറ്റി. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈവനിങ് സ്നാക്സാണ്. പിന്നെ ഗംഗയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമുക്ക് പരിചയമുള്ള ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. കാർത്തികേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കാർത്തികേട്ടനൊക്കെ കാണുന്നത്. പിന്നെ ഇത് സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത് കഴിഞ്ഞു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബിൻ്റെ ഇവൻറ്റിൻ്റെ. ഇതെന്താണെന്നറിയോ, ഇത് വൻ സ്ക്രിപ്റ്റാണ്. ഇത് ഫുള്ള് ഈ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് നമ്മളിന്നിവിടെ പറയേണ്ടത്. പിന്നെ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഗ്ലിറ്ററി. ഇന്ന് ഞാനും ഗ്ലിറ്റർ, നമ്മുടെ ആങ്കറും ഗ്ലിറ്റർ. ഹലോ കെന്നാ, ഹായ്. ഗ്ലിറ്റർ രണ്ടുപേരും ഒരേപോലത്തെ കോസ്റ്റ്യൂം. ഞങ്ങൾ പക്ഷെ അറിയാതെ ഇട്ടതാട്ടോ. എല്ലാവരും പറഞ്ഞിട്ടതാണെന്ന് ചോദിച്ചു. നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. പ്ലാൻ ചെയ്യാതെ ഇട്ടപ്പോഴേക്കും ഒരേപോലെ ആയിപ്പോയതാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണിത്. എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇത്തിരി ടൈറ്റ് ആണെന്നാ, പക്ഷെ അല്ലാതെ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴേക്കും വണ്ണം കുറവ് തോന്നുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇതിപ്പോൾ കുഴപ്പമില്ല. ഇതാണ് അതിന് രസമുള്ളത്. ഇങ്ങനെ ഇവിടെ ടൈറ്റ് വരുമ്പോൾ അത്ര രസം വരണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മതിയെന്ന് വെച്ച്. പിന്നെ ഞാൻ ഇന്നലത്തെ പോലെ ഇന്ന് ഹീൽസ് ഇടാല്ല. ഇന്ന് ഞാൻ ഫ്ലാറ്റ് ചെരുപ്പാണ് ഇട്ടേക്കണത്. ഇതിൻ്റെ കൂടെ ഒരു മാച്ചിങ്ങും ഇല്ല. പക്ഷേ ഫ്ലാറ്റ്സ് ഇട്ടില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ അതേ എൻ്റെ കോ ഹോസ്റ്റ് ആയിട്ടുള്ള വേറൊരാൾ വരുന്നുണ്ട്. അപ്പോൾ അതേ കോ ഹോസ്റ്റ് ഇവിടെ എത്തി. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരും വഴി പറയാം. മിക്കവാറും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഇതിന് ഞാൻ ഹീൽസ് ഇട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ഇറക്ക കൂടുതലാണ്. ഇതിന് തട്ടി വീഴുമെന്നാവോ. കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി, എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിടാം. ഇന്നത്തെ മേക്കപ്പ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലെന്ന് വിചാരിക്കണം. പിന്നെ ഈ ജ്വല്ലറിയും ഞാൻ റെൻ്റൽ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്, വെഡ്ഡിങ് ചാംസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അതിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേ മോർണിംഗ് സെഷൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കയ്യിലൊരു ബാൻഡും പിന്നെ കയ്യിലിങ്ങനെ ഒരു സ്റ്റാമ്പ് പോലത്തെ ഒരു സാധനം സ്റ്റാമ്പ് ചെയ്യും. പിന്നെ ഫസ്റ്റ് അതിന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഫുഡ് പോലെ ഉണ്ടായിരുന്നു. ടീ കഴിക്കാം, പിന്നെ ചെറിയ സ്നാക്സ് കഴിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ മോർണിംഗ് ഞാനും ജിയോയും കൂടിയിട്ടാണ് മോർണിംഗിലത്തെ സെഷൻ ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ആദ്യം നോക്കട്ടെ ആരൊക്കെയുണ്ട്. കുറേ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ്. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിലോട്ട് സ്വാഗതം. എല്ലാവരും എക്സൈറ്റഡ് ആണോ? അപ്പോ എന്താ പറയാ, ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു. സൺഡേ ആണ്, എല്ലാവർക്കും പല തിരക്കുകളുണ്ടാവും. എന്നിട്ടും നമ്മളുടെ യൂട്യൂബ് കളക്റ്റീവിലേക്ക് നിങ്ങളുടെ സമയം കണ്ടെത്തി വരാനായിട്ട് എന്താ പറയാ, നിങ്ങൾ എടുത്ത ഇനിഷ്യേറ്റീവ് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞിട്ട് നോക്കാണ്. അപ്പോ നമുക്കൊന്ന് എനർജി ആവണ്ടേ? അപ്പൊ ഒന്ന് പവർ ആക്കണ്ടേ?
അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു ഫൺ ഗെയിമായിരുന്നു കേട്ടോ. നമ്മൾ ഗ്രൂപ്പൊക്കെ ഡിവൈഡ് ചെയ്ത് 6-7 പേരെ ഒരു ഗ്രൂപ്പാക്കിയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തമ്മിൽ മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അത് നന്നായി തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ഞാൻ ഓരോരോ ഇങ്ങനെ ഗെയിമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ജിയോ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിലാണല്ലോ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് നല്ലോണം ഇങ്ങനെ ഇന്ന സെഷൻ നീ പറയണം, ഇന്ന ഞാൻ പറയണം, ആ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ലോണം ജിയോ നന്നായിട്ട് സംസാരിച്ചു. ഇത് ഈ പ്രോഗ്രാം തുടങ്ങണേ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നത് ഇതുവരെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും, സംസാരിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ കണ്ണ് തള്ളി. ഇങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്ന എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തായിരുന്നു. കൺഫ്യൂഷൻ ആയാലും ഇതിപ്പോ ആരാണ് ആദ്യം വിളിച്ചത്? ഇവരെല്ലാരും ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് ഇവരെല്ലാരും ചെയ്തു തുടങ്ങി. ഞാൻ കുറേ പറഞ്ഞു ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതവിടെ ഇരുന്നുണ്ട്, അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു ടീമിന് ഒരു ഷീറ്റ് ആണ്. 6 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടീമിലുള്ളവർ ആരെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിങ്കോ വിളിക്കണം. ആദ്യം തന്നെ കൈവക്കുക. ആരാണോ ആദ്യം കൈവക്കുന്നത് അവരുടെ അടുത്തോട്ടായിരിക്കും നമ്മൾ ചെല്ലുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യില്ല, ഒരു മിനിറ്റ് പറഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് എല്ലാരും എല്ലാം സ്ട്രൈക്ക് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ഈ ടീമിൽ എല്ലാവർക്കും അവസരം ഉണ്ട് കേട്ടോ. എല്ലാ ടീമിനോടും ഞങ്ങൾ ഈ 6 ക്വസ്റ്റ്യന്റെ ബാക്ക് സ്റ്റോറി ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനകത്ത് 1 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തിട്ടുള്ള വീഡിയോ ആരുടെയാ? ഞാൻ യൂട്യൂബ് കണ്ട് കുറച്ച് കൂടുതൽ കണ്ടു തുടങ്ങിയ സമയത്ത് തൊട്ട് ഉണ്ണിമായയുടെ വലിയൊരു ഫാനാണ്. ഓക്കെ, എന്താണെന്ന് അറിയാം, അതിൽ ഞാൻ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടു ബി ഫ്രാങ്ക് ഇല്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതും അതിലുള്ള ഇൻസ്പിറേഷൻസും, കാരണം ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു കോളേജിൽ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജോഷ് ടോക്ക് പോലെ എന്തിലോ വന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വാച്ച് ചെയ്യാറുണ്ട്, റെഗുലർ അല്ല, അത് ചില സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്. ഹഗ് വേണോ? ഉണ്ണി ആ, ഹഗ് എടുത്തോളൂ. ഒരു ചേട്ടൻ കുറഞ്ഞ നേരമായിട്ട് ഞാൻ പറഞ്ഞു അടുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് കോമ്പൗണ്ടിന്റെ വെളിയിലോട്ട് പോവാതെ 50 to 30 seconds മിനിമം 1 മിനിറ്റ് വരെയുള്ള വീഡിയോ ചെയ്യാം. മിനിമം 30 seconds എങ്കിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. നിങ്ങൾ എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണല്ലോ. ആറ് പേര് ഇപ്പൊ ടീം തിരിച്ചില്ലേ പിങ്കോടെ, ആ ടീം മൊത്തം ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. ഡിഫറെന്റ് വേയിൽ 6 പേരുടെ കൂടെ ഒരു വീഡിയോ. ഓക്കെ, അത് ഡിഫറെന്റ് വേയിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം, ആനിമേഷൻസ്, എനിത്തിങ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ 6 പേർക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി വന്ന് പോയാൽ ചിലവരുടെ ഗ്രൂപ്പിൽ 4 പേരേ ഉള്ളൂ, ചിലവർ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഗ്രൂപ്പ് ബേസ് 40 മിനിറ്റ് 40 മിനിറ്റ്സ് ടൈം ഉണ്ട്. 50 to 30 seconds മിനിമം ആ വീഡിയോക്ക് ലെങ്ത് ഉണ്ടായിരിക്കണം. 1 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം. ഹാഷ്ടാഗ് ഉപയോഗിച്ച്, ഹാഷ്ടാഗ് ഇതാണ് യൂട്യൂബ് ക്രിയേറ്റർ കളക്ട് ചെയ്യും. ഹാഷ്ടാഗ് യൂട്യൂബ് ക്രിയേറ്റർ കളക്ട് ചെയ്യും എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കണം. ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം പറയും, 14 minutes. പിന്നെ അതിന് ശേഷം ഒരു റാപ്പിഡ് ഫയർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കുറേ ആളുകളോടൊക്കെ ചോദിക്കും. എല്ലാവരും തന്നെ നല്ലോണം സംസാരിച്ചു കേട്ടോ. എനിക്കിത് സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ഈ ഒരു പ്രോഗ്രാം എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കണേ. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് റിയലൈസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി തന്ന പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയത്. വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സെഷൻ ചട്ടമ്പീസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വേറെ ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു. അസി ചേച്ചി ഉണ്ടായിരുന്നു, ശരണ്യ ഉണ്ടായിരുന്നു. ഈ ടൈമിൽ എനിക്ക് പരിചയമുള്ള കുറേ ആളുകൾ, പരിചയമല്ല, ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അവരുമായിട്ട് നന്നായിട്ട് തന്നെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി. എല്ലാ ഗെയിംസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയൊരു ഫൺ ഗെറ്റ് ടുഗെദർ പോലത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, പരസ്പരം പരിചയപ്പെടുക, വീഡിയോസൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ളൊരു ഗെറ്റ് ടുഗെദർ, നോർമൽ രീതിയിലുള്ളൊരു ഗെറ്റ് ടുഗെദർ പോലെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ 4 സെഷനായിട്ട് മാക്സിമം ആളുകളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമായിട്ട് നടത്തിയത്. പക്ഷേ ഈ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഹൈലി ടാലൻറ്റഡ്. ഇവർ വീഡിയോസൊക്കെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തോന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ? മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സെഷൻ്റെ പകുതിയായി. പക്ഷേ ഈ സെഷൻ എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും മാനേജ് ചെയ്യാൻ പറ്റാത്ത. എനിക്കിപ്പോൾ ഉണ്ടല്ലോ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കണ പോലെ ഫീൽ ചെയ്യണേ. പിള്ളേരിങ്ങനെ ഭയങ്കര അലമ്പുള്ളില്ല ഇങ്ങനെ ഭയങ്കര മിണ്ടിക്കൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ ഇതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ടീം കുറച്ചുകൂടി ഭയങ്കര ആക്റ്റീവായിട്ടും എല്ലാം ലിസേൺ ചെയ്ത് നിൽക്കുന്ന ടീമായിരുന്നു. ഓരോരോ സെഷനിലും വന്ന ആളുകളുടെ ബിഹേവിയർ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. പുതിയൊരു എക്സ്പീരിയൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി എനിക്ക് ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ കംഫർട്ടബിൾ ആവുണ്ടെന്ന് തോന്നി. ഇന്നലെയും പകുതി സെഷൻ കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകളാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ 3 ആളുകളുടെയും എക്സ്പീരിയൻസ്, ചട്ടമ്പി, സെംഫോടെക്, പിന്നെ ഞാൻ. ഇത് ആണെങ്കിൽ 4 സെഷനിൽ സെയിം എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യത്തെ സെഷനിൽ അടിപൊളിയായിട്ട് നീട്ടി വലിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നെ പിന്നെ പറയുമ്പോഴേക്ക് അങ്ങനെ ശീലിച്ചേക്കണവർക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ആങ്കറിങ് ഒക്കെ ചെയ്യണവർക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞു തന്നെ പറയാമെന്ന് പറയുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ അതേപോലെയൊക്കെ ചിരിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും വളരെ ചെറുതാക്കിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആങ്കറിങ് ചെയ്യുമ്പോഴേക്കും മൈക്ക് പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മൈക്ക് ഞാൻ ചിരിക്കുമ്പോൾ മൈക്ക് മാറ്റിയിട്ടാണ് ചിരിച്ചത്. ശരിക്കും ചിരിക്കുമ്പോൾ മൈക്കിലൂടെ ചിരിക്കണം എന്നല്ലേ ആളുകൾക്ക് ആ ഒരു നമ്മളുടെ ആ ഇമോഷൻ അവർക്ക് മനസ്സിലാവണമെങ്കിൽ ശബ്ദത്തിൽ തന്നെ വേണ്ടേ. അപ്പം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മൈക്ക് മാറ്റിയിട്ടാണ് പകുതി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മൈക്ക് അടുത്ത് വെക്കാൻ പറയുമ്പോഴാണ് അടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി നല്ലോണം ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ കളക്ടീവിന്റെ സിറ്റി അംബാസിഡർ ദാറ്റ് ഈസ് ജിയോ ഫ്രം എൻകോണ്ടർ ആൻഡ് ചട്ടബീസ് ആൻഡ് ഉണ്ണിമായ അനിൽ. സോ ഇവർ 3 പേരായിരുന്നു. ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നും ഇന്നലെ. കാരണം ഞാൻ യൂട്യൂബിൽ 6 ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും ഞാൻ വിചാരിച്ചതേ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത്ര ആളുകളെ ഫേസ് ചെയ്യുമ്പോഴും ആ ഒരു പേടി കുറേയൊക്കെ മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ഗ്രേറ്റ്ഫുൾ, ഇങ്ങനെ മനസ്സിങ്ങനെ നിറയുന്ന പോലത്തെ ഫീൽ എനിക്ക് തോന്നണേ. ഇതിനെല്ലാത്തിനും എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. എല്ലാവർക്കും എനിക്കൊരു ടൈറ്റായിട്ട് കെട്ടിപ്പിടിക്കണം എന്നാണ് തോന്നണേ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാലുവേലെടുത്തിട്ട് എത്ര നേരം നിന്നിട്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻറ്റൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.